തിരുവനന്തപുരത്ത് MDMA-യുമായി അമ്മയും മകനും അടക്കം 4 പേർ പിടിയിൽ. നെയ്യാറ്റിൻകര ആറാലുമൂടാണ് 4-അംഗ സംഘത്തെ എക്സൈസ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 125 ഗ്രാം MDMA-യാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. സുനിൽ ഐസക് ചേർന്നൊരു വിശദാംശങ്ങളുമായി. സുനിൽ, അമ്മയും മകനും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ അടക്കം ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലടക്കം നമ്മളെല്ലാവരും മക്കളെ ഉപദേശിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ അമ്മയടക്കം ഈ ഒരു സംഘത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബംഗളൂരുവിൽ നിന്ന് മഹേന്ദ്ര സൈലോ വാഹനത്തിൽ അതിവിദഗ്ധമായി കടത്തിക്കൊണ്ടുവന്ന 125 ഗ്രാം MDMA-യുമായി അമ്മയും മകനും മകന്റെ സുഹൃത്തുക്കളും അടക്കമുള്ളവർ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം ഈഞ്ചക്കൽ അക്ഷരവീതിയിൽ താമസിക്കുന്ന 33 വയസ്സുള്ള കിരണിന്റെ മാതാവ് 50 വയസ്സുകാരിയായ ബീന, കിരണിന്റെ വനിതാ സുഹൃത്ത് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനി 18-കാരിയായ സന്ധ്യ, കിരണിന്റെ സുഹൃത്ത് തിരുവനന്തപുരം ചാല സ്വദേശി അക്ഷയ് എന്നിവരെയാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് ചന്തയ്ക്ക് സമീപത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തത്. ഏറെക്കാലമായി ഇവരെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്ന് ഇവർ പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം ലഭിക്കുന്നതും പിന്നാലെ ഈ വാഹനം തടഞ്ഞു നിർത്തി എക്സൈസ് പരിശോധന നടത്തുകയും ചെയ്തത് തുണിക്കച്ചവടമാണെന്ന് തോന്നിക്കുന്ന നിലയിൽ വസ്ത്രങ്ങൾ എടുത്ത് കൊണ്ടുവരികയായിരുന്നു ഇവർ സാധാരണ ചെയ്യുന്നത്. ഈ വസ്ത്രത്തിനുള്ളിൽ MDMA ഒളിപ്പിച്ചു വെച്ചാണ് ഇവർ ഇത്തരത്തിൽ MDMA എത്തിച്ചിരുന്നത്. ഇന്ന് നടത്തിയ പരിശോധനയിൽ വാഹനത്തിലെ സ്റ്റീരിയോ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് MDMA ഒളിപ്പിച്ചു വെച്ചിരുന്നത്. വാഹനത്തിലുണ്ടായിരുന്നവർക്കൊക്കെ കൃത്യമായി എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയും ഈ വാഹനത്തിലുണ്ടായിരുന്നു. അതായത് കിരൺ നേരത്തെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹബന്ധം പിന്നീട് വേർപെട്ടതാണ്. ആ ബന്ധത്തിലുള്ള 8 വയസ്സുകാരിയായ കുട്ടിയും ഇവർ MDMA കടത്തുന്ന വാഹനത്തിൽ കയറ്റിയിരുന്നു. അതായത് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഇവരെ നടത്തിയത്. കുടുംബമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ അത്തരം വാഹനങ്ങളിൽ പരിശോധന കുറവായിരിക്കും. എന്തായാലും ഈ കുട്ടിയെ എക്സൈസ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി കുട്ടിയെ കൈമാറുകയും ചെയ്തു. ഇതിൽ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ ഫോണുകൾ പരിശോധിക്കുമ്പോൾ മാതാവിന്റെ ഫോൺ വഴിയാണ് ലഹരി കച്ചവടം നടത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ലഹരി വേണ്ട ആളുകളുമായി എല്ലാം ബന്ധപ്പെട്ടിരുന്നതും അവരിൽ നിന്ന് പണം സ്വീകരിച്ചിരുന്നതും ഒക്കെ മാതാവായിരുന്നു. എന്തായാലും 4 പേരുടെയും മൊബൈൽ ഫോണുകൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ പക്കൽ നിന്ന് 10,500 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള MDMA-യാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ വലിയ സംഘം ഇതിന് പിന്നിലുണ്ടോ എന്ന് എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ കേസ് അന്വേഷിക്കുമെന്നാണ് എക്സൈസ് പറയുന്നത്.